Hi everyone, I'm Nimnaga K, faculty Xylem Languages. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്. അതായത് ഇൻ്റർവ്യൂ പേടി എല്ലാവർക്കും ഉണ്ട്. ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ ഒന്നാണ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുക എന്നുള്ളത്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്. ഏറ്റവും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലൊന്ന് ബിഹേവിയറൽ ക്വസ്റ്റ്യൻസ് ആണ്, മറ്റൊന്ന് സിറ്റുവേഷൻ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനെല്ലാം അതിൻ്റേതായ ഇൻറ്റൻഷൻസും ഉണ്ട്. നിങ്ങളുടെ every employer is looking for 3 key things in an interviewee. ഒരു എംപ്ലോയീനെ എടുക്കുമ്പോൾ അവർ കെയർഫുള്ളായിട്ട് ഒബ്സർവ് ചെയ്യുന്ന 3 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് കോമ്പിറ്റൻസ്, നിങ്ങൾക്ക് ടെക്നിക്കൽ സ്കിൽസ് എത്രയുണ്ട്, നിങ്ങൾ ടെക്നിക്കലി എത്ര സൗണ്ടാണ്, എത്രത്തോളം എക്സ്പേർട്ടീസ് ഉണ്ട്. നിങ്ങളൊരു കൊമേഴ്സ് പ്രൊഫഷണൽ ആണെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ ക്വാളിഫൈഡ് ആണോ, എത്രത്തോളം എക്സ്പേർട്ടീസ് ഉണ്ട്. നെക്സ്റ്റ്, മോട്ടിവേഷൻ, ഹൗ മോട്ടിവേറ്റഡ് ആർ യു, എത്ര എന്തൂസിയാസ്റ്റോടെ എത്ര ഇൻട്രസ്റ്റോടെയാണ് നിങ്ങൾ ഈ ജോലിയെ അപ്രോച്ച് ചെയ്യുന്നത്, നിങ്ങളുടെ കരിയറിനെ അപ്രോച്ച് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇസ് സ്യൂട്ടബിലിറ്റി, നിങ്ങൾ ക്വാളിഫിക്കേഷനും നിങ്ങളുടെ പേഴ്സണാലിറ്റി സ്കിൽസ് എല്ലാം കൊണ്ടും ഈ ജോബ് റോളിന് സ്യൂട്ടബിൾ ആണോ. അതിൻ്റെ പുറമെ തന്നെ എല്ലാ കമ്പനിക്കും ഉണ്ടാവും അവരുടെ ഒരു വർക്ക് കൾച്ചർ, ഈ കൾച്ചറിനും സ്യൂട്ട് ചെയ്യുന്ന ആളാണോ. ഇത്രയും കാര്യങ്ങൾ എംപ്ലോയർ നോക്കും. സോ അണ്ടർസ്റ്റാൻഡിങ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സിലൊന്നാണ് വെൻ യു പ്രിപ്പയർ ഫോർ ആൻ ഇൻ്റർവ്യൂ. അപ്പോൾ കുറച്ച് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്, കോമൺലി ചോദിക്കുന്ന ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡീകോഡ് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ യുവർ സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നെസ്സസ്. മിക്കവാറും എല്ലാ ഇൻ്റർവ്യൂവിലും നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇറ്റ് റിയലി മീൻസ്. Can you evaluate yourself honestly without sounding arrogant or negative? നിങ്ങൾക്ക് ഒരു സെൽഫ് അസസ്മെൻറ്റ്, സെൽഫ് ഇവാലുവേഷൻ പോസിബിൾ ആണോ, ദാറ്റ് ടു ഓണസ്റ്റ്, അത് കോൺഫിഡൻ്റ് ആയിട്ട് എന്നാൽ ആരോഗൻ്റ് അല്ലാതെ മോഡസ്റ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമോ. ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റെസ്പോൺസിൽ കൂടെ അവർ നിങ്ങളെ മനസ്സിലാക്കാൻ പോകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഷുഡ് വി ഹയർ യു. ഇതും കോമൺ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇറ്റ് റിയലി മീൻസ്. ഇറ്റ് മീൻസ്, ഡു യു നോ യുവർ വർത്ത്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൽസ്, നിങ്ങളുടെ റെസ്യൂമേലും നിങ്ങൾ ഇൻ്റർവ്യൂവിലും പറഞ്ഞ സ്കിൽസ് കൃത്യമായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. ആൻഡ് നിങ്ങളുടെ ഒരു യുണീക്നെസ് എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് ഇൻ്റർവ്യൂവറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. ആൻഡ് ഹൗ മച്ച് ഡു യു വാല്യൂ യുവർ സെൽഫ്. ഇത്രയും കാര്യങ്ങൾ ഇവർ മനസ്സിലാക്കും നിങ്ങൾ ഈ ക്വസ്റ്റ്യന് റെസ്പോണ്ട് ചെയ്യുമ്പോൾ. ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ഫോർ അസ്. ഇങ്ങനെ ചോദിക്കും മിക്കവാറും ഇൻ്റർവ്യൂവിൻ്റെ എൻഡിൽ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ആൻഡ് ഇല്ല എന്ന് പറയുന്നേക്കാൾ നല്ലൊരു സ്മാർട്ട് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്ത് പോകുന്നതാണ്. സോ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ, ആർ യു ക്യൂരിയസ്, ആർ യു എൻഗേജ്ഡ് ആൻഡ് ആർ യു സീരിയസ് അബൌട്ട് ദിസ് ജോബ്. നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടോ, നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടോ. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അറിയാൻ നോക്കുക. സോ നിങ്ങൾക്ക് അതിനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടോ, എന്തൂസിയാസം ഉണ്ടോ. നിങ്ങൾ ഈ ഇൻ്റർവ്യൂ പ്രോസസ്സിൽ, ഇൻ്റർവ്യൂവിൽ നടന്ന ഡിസ്കഷനിൽ എൻഗേജ്ഡ് ആണോ, സീരിയസ്ലി എൻഗേജ്ഡ് ആണോ, നിങ്ങൾക്ക് ഈ ജോബിനോട് സീരിയസ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണോ ഉള്ളത്. ഇത്രയും അവർ മനസ്സിലാക്കിയെടുക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് എ ടൈം യു ഫെയിൽഡ്. വാട്ട് ഡിഡ് യു ലേൺ. വാട്ട് ഇറ്റ് റിയലി മീൻസ്. They want to know if you take ownership, reflect on your mistakes and bounce back. നിങ്ങൾക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. നിങ്ങൾ മിസ്റ്റേക്ക് ചെയ്യാത്ത ഒരാളാണെന്ന് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നതിലല്ല, നിങ്ങൾ ചെയ്തിട്ടുള്ള മിസ്റ്റേക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ആൻഡ് യു ടേക്ക് അക്കൗണ്ടബിലിറ്റി. നിങ്ങൾ എന്ത് മിസ്റ്റേക്കാണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാം, നിങ്ങൾ റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന ആളാണ്, ഇത് ഇവാലുവേറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാനും പറ്റുന്ന ആളാണ്. ഇതാണ് നിങ്ങളവിടെ കാണിച്ചു കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സംതിങ് നോട്ട് ഓൺ യുവർ റെസ്യൂമേ that we should know. So here they are checking, are you more than just a list of achievements. Can you bring something unique to the table. നിങ്ങൾ ഡോക്യുമെൻറ്റിൽ പ്രസൻറ്റ് ചെയ്ത അച്ചീവ്മെൻറ്റ്സിനേക്കാൾ കൂടുതലായിട്ട് എന്തുണ്ട് നിങ്ങളുടെ കയ്യിൽ. ഹൗ യുണീക്ക് ആർ യു, ഹൗ ഡു യു ഐഡൻറ്റിഫൈ യുവർ സെൽഫ് ആസ് എ പേഴ്സൺ. ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇവർ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ മറുപടിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പം ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി വെച്ചാൽ റെസ്പോണ്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഐഡിയ കിട്ടുമല്ലോ. നൗ ഇഫ് യു ഗേവ് യു എ പ്രോജക്റ്റ് വിത്ത് നോ ക്ലിയർ ഇൻസ്ട്രക്ഷൻസ്, വാട്ട് വുഡ് യു ഡു. ഇതും ജനറൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്.
ഒരു പ്രോജക്റ്റ് വിത്തൗട്ട് ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് തരുന്നു, നിങ്ങൾ എന്ത് ചെയ്യും? ഇതാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ഇറ്റ് മീൻസ്, ഡു യു ടേക്ക് ഇനിഷ്യേറ്റീവ്, ആർ യു റിസോഴ്സ്ഫുൾ ആൻഡ് ആർ യു ഇൻഡിപെൻഡൻറ്റ്? ഇതാണ് അവർ ചെക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്ത് യു സീക്ക് ഇൻഫർമേഷൻ ആൻഡ് ക്ലാരിറ്റി. ഇതായിരിക്കും നിങ്ങൾക്ക് അവിടെ പ്രസൻറ്റ് ചെയ്യേണ്ടി വരുന്ന സ്കിൽസ് ആൻഡ് ക്വാളിറ്റീസ്. ക്ലിയർ ആണോ? നമ്മളിന്നൊരു 6 ക്വസ്റ്റ്യൻസേ ഡീകോഡ് ചെയ്തിട്ടുള്ളൂ. ആൻഡ് ഫോർ മോർ ക്വസ്റ്റ്യൻസ്, മോർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഒരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പ്രിപ്പയറിംഗ് ഫോർ എൻ ഇൻ്റർവ്യൂ, കൊമേഴ്സ് പ്രൊഫഷണൽസിന് വേണ്ടി മാത്രമായിട്ട് വി ഹാവ് എ പ്രോഗ്രാം, E4C ഇംഗ്ലീഷ് ഫോർ കൊമേഴ്സ്. കോഴ്സ് ഡയറക്റ്റ്ലി പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ കയറിയാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യാം ആൻഡ് കോഴ്സിൽ എൻറോൾ ചെയ്യാം. ആൻഡ് യു വിൽ ഗെറ്റ് ടു നോ ഹൗ ടു be a confident commerce professional. So join now. Thank you so much.